BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. വരാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരം പിടിച്ചെടുക്കുമോ എന്നതിനേക്കാൾ ചർച്ചയാകുന്നത് വിജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാകും എന്നതാണ്. ആ ചർച്ചകളുടെ കേന്ദ്ര ബിന്ദു മറ്റാരുമല്ല, AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലാണ്. ഔദ്യോഗികമായി ആരും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും UDF ഭരണത്തിലേറുന്ന പക്ഷം KC വേണുഗോപാൽ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയും അതിനുള്ള തടസ്സങ്ങളും ഒരേപോലെ നിലനിൽക്കുന്നു. മുഖ്യമന്ത്രി ആവുമെന്നോ ഇല്ലെന്നോ ആരും പറഞ്ഞിട്ടില്ലെങ്കിലും ആവാനും ആവാതിരിക്കാനും തുല്യ സാധ്യതയുണ്ട്. കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ അനൌദ്യോഗിക ഹൈക്കമാൻഡായി പ്രവർത്തിക്കുന്ന KCക്ക് ഈ തെരഞ്ഞെടുപ്പ് കേവലം ഒരു അധികാര പോരാട്ടമല്ല, മറിച്ച് തന്റെ രാഷ്ട്രീയ ഭാവിയുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ്. അസാധാരണ നേതൃമികവോടെ ദേശീയ രാഷ്ട്രീയത്തിൽ സ്ഥാനമുറപ്പിച്ച നേതാവാണ് KC വേണുഗോപാൽ. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും കരുത്തനായ ദേശീയ നേതാവ് ആരെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് KC വേണുഗോപാലാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ കോൺഗ്രസിൽ രണ്ടാമൻ KC ആണ്. കുടുംബ പാരമ്പര്യ തഴമ്പിലോ അവിടേക്ക് പിടിച്ചിരുത്താൻ ഗോഡ് ഫാദർമാരോ ഉണ്ടായിരുന്നില്ല. താഴെത്തട്ടിൽ പ്രവർത്തിച്ച് മത്സരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും വിജയമുറപ്പാക്കാനുള്ള സ്വന്തം കഴിവിനാൽ കടന്നിരുന്നതാണ് ആ സ്ഥാനത്ത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കാൾ ഉപരിയായി ഹൈക്കമാൻഡിന്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ താല്പര്യമാകും നിർണായകമാവുക. സാധാരണഗതിയിൽ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കിയാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാറുള്ളതെങ്കിലും കേരളത്തിൽ KC വേണുഗോപാലിന്റെ സാന്നിധ്യം ഈ രീതിയെ മാറ്റിയേക്കാം. രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനും ദേശീയ രാഷ്ട്രീയത്തിലെ രണ്ടാമനുമായ KCയെ കേരളത്തിലേക്ക് മടക്കി അയക്കണോ അതോ 2029 ലോക്സഭാ ലക്ഷ്യങ്ങൾക്കായി ഡൽഹിയിൽ നിലനിർത്തണോ എന്നതാകും കോൺഗ്രസിലെ പ്രധാന ആശയക്കുഴപ്പം. സ്വന്തം ആഗ്രഹത്തെക്കാൾ ഉപരിയായി ഹൈക്കമാൻഡിന്റെ തന്ത്രപരമായ നീക്കങ്ങളാകും ഇവിടെ KCയുടെ പദവി നിശ്ചയിക്കുക. കഴിഞ്ഞ തവണ UDF അപ്രതീക്ഷിത തോൽവി ഏറ്റുവാങ്ങിയ ഘട്ടത്തിൽ രമേശ് ചെന്നിത്തലയ്ക്ക് പകരം VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കുന്നതിൽ KCയുടെ ഇടപെടൽ നിർണായകമായിരുന്നു. അന്ന് വരെയുള്ള രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ VD സതീശനേക്കാൾ KCക്ക് താല്പര്യവും അടുപ്പവും രമേശ് ചെന്നിത്തലയോടായിരുന്നു. പക്ഷേ കേരളത്തിൽ പാർട്ടി തിരിച്ചുവരവിന് നേതൃമാറ്റം അനിവാര്യമാണെന്ന ഹൈക്കമാൻഡ് താല്പര്യം കൂടി തിരിച്ചറിഞ്ഞ അതുവരെ വ്യക്തിപരമായി പല കാരണങ്ങളാൽ അകന്നു നിന്നിരുന്ന VD സതീശൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കാൻ KC മുൻകൈയെടുത്തു. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രകടനം മെച്ചപ്പെട്ടാലും മോശമായാലും അതിന്റെ ഉത്തരവാദിത്തം സ്വാഭാവികമായും വന്നു ചേരുന്നത് KC വേണുഗോപാലിനാണ്. അദ്ദേഹത്തിന് മുന്നിലെ സാധ്യതകൾ പരിശോധിക്കാം. സാധ്യത 1, UDF ജയിക്കുന്നു, മുഖ്യമന്ത്രിയെ ചൊല്ലി തർക്കം. ഹൈക്കമാൻഡിന്റെ താല്പര്യവും MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായവും നോക്കി മുഖ്യമന്ത്രിയെ തീരുമാനിക്കുക എന്നതാണ് കോൺഗ്രസിന്റെ ശൈലി. മിക്ക സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ജയത്തിന്റെ ശോഭ കെടുത്തും വിധം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കവും ഈ പാർട്ടിയിലെ പതിവാണ്. കേരളത്തിലും UDF ജയിച്ചാൽ അതിനുള്ള സാധ്യത തള്ളാനാവില്ല. അത്തരമൊരു സാഹചര്യം വന്നാൽ അവിടെ KC വേണുഗോപാൽ എന്ന AICC ജനറൽ സെക്രട്ടറി സ്വീകരിക്കുന്ന നിലപാടാവും നിർണായകമാവുക. ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധിയുടെ ബലം കൈയായി നിന്ന് പാർട്ടിയെ നയിക്കുന്ന KCയെ കേരള മുഖ്യമന്ത്രിയായി വിടണോ, 2029 കേന്ദ്ര ഭരണം ലക്ഷ്യമിടുന്ന നീക്കങ്ങളിൽ ഒപ്പം കൂട്ടണോ എന്നത് തീരുമാനിക്കുക രാഹുൽ ഗാന്ധിയാവും. ഫലത്തിൽ KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിൽ രാഹുൽ ഗാന്ധിയുടെ തീരുമാനമാകും നിർണായകമാവുക. സാധ്യത 2, UDF ജയം, KC വേണുഗോപാൽ മുഖ്യമന്ത്രി. രാഹുൽ ഗാന്ധി അനുമതി നൽകിയാൽ KC വേണുഗോപാൽ കേരള മുഖ്യമന്ത്രിയാവും. നിലവിലത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തരം തിരിച്ചാൽ VD സതീശനെ അനുകൂലിക്കുന്നവർ, രമേശ് ചെന്നിത്തലയെ അനുകൂലിക്കുന്നവർ, പഴയ A ഗ്രൂപ്പ് പ്രതിനിധികൾ, KC വേണുഗോപാലിനോട് ചേർന്ന് നിൽക്കുന്നവർ എന്നിങ്ങനെ 4 ആയി തിരിക്കാം. ഇവരിലെ ഭൂരിപക്ഷമാകും മുഖ്യമന്ത്രി ആരെന്ന് തീരുമാനിക്കുക. നിലവിൽ സതീശനെയും ചെന്നിത്തലയെയും അനുകൂലിക്കുന്നവരിലും A ഗ്രൂപ്പുകാരിലും നല്ലൊരു ശതമാനവും KC വേണുഗോപാലുമായി അടുപ്പം പുലർത്തുന്നവരാണ്. ഹൈക്കമാൻഡിൽ സ്വാധീനമുള്ള നേതാക്കളോട് ചേർന്ന് നിൽക്കുക എന്ന കോൺഗ്രസ് ശൈലി വെച്ച് നോക്കിയാലും മുഖ്യമന്ത്രി സ്ഥാനത്തിനായി KC തുനിഞ്ഞിറങ്ങിയാൽ MLA-മാരിൽ ഭൂരിപക്ഷത്തിന്റെ പിന്തുണ ഉറപ്പാക്കാൻ അനായാസം അദ്ദേഹത്തിന് സാധിക്കും. ഇനി സാധ്യത 3, UDF ജയം, KC പിന്തുണയ്ക്കുന്നയാൾ മുഖ്യമന്ത്രി. UDF ജയിക്കുകയും രാഹുൽ ഗാന്ധി അനുമതി നൽകുകയും ചെയ്താൽ KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് ശ്രമിക്കും. മറിച്ചൊരു സാധ്യത, KC മാറി താൻ നേരിട്ട് മുഖ്യമന്ത്രിയാകുന്നില്ലെങ്കിൽ പോലും കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ലഭിക്കും. VD സതീശനെയോ രമേശ് ചെന്നിത്തലയോ അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെയോ പിന്തുണച്ച് തനിക്ക് താല്പര്യമുള്ള ഒരാളെ ആ പദവിയിൽ ഇരുത്താൻ KCക്ക് സാധിക്കും.
എന്നാൽ ഇത്തരമൊരു നീക്കം വി.ഡി. സതീശനെ പോലുള്ള നേതാക്കളെ പ്രകോപിപ്പിക്കാനും അവർ മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കുന്ന സാഹചര്യം സൃഷ്ടിക്കാനും ഇടയാക്കിയേക്കും. അത്തരമൊരു പ്രതിസന്ധി ഒഴിവാക്കാൻ എല്ലാ വിഭാഗങ്ങളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു സമവായ ഫോർമുല കണ്ടെത്തുക എന്നത് കെ.സിക്ക് മുന്നിലെ വലിയ വെല്ലുവിളിയായിരിക്കും. സാധ്യത 4. UDF പരാജയം, പ്രതിസ്ഥാനത്ത് കെ.സി. വേണുഗോപാൽ. കേരളത്തിൽ UDF പരാജയപ്പെട്ടാൽ സ്ഥാനാർത്ഥി നിർണയമടക്കം കേരളത്തിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിൽ അവസാന വാക്കായി നിന്ന കെ.സി. വേണുഗോപാലിനാകും അതിന്റെ പഴി ഏറ്റവും കൂടുതൽ കേൾക്കേണ്ടി വരിക. കെ.സിയുടെ ഇടപെടലുകളാണ് കേരളത്തിൽ UDFനെ തോൽപ്പിച്ചത് എന്ന തരത്തിലാവും വ്യാഖ്യാനങ്ങൾ വരിക. ദേശീയ തലത്തിലും കേരളത്തിലും കോൺഗ്രസിനെ ഈ പരുവമാക്കിയത് കെ.സിയുടെ കഴിവുകേടായി വരെ ചിത്രീകരിക്കപ്പെടാം. തൽക്കാലം ദേശീയ തലത്തിൽ പിടിച്ചു നിൽക്കാൻ ആയേക്കുമെങ്കിലും സംഘടനാ ചുമതലയിൽ നിന്നടക്കം കെ.സിയെ മാറ്റണമെന്ന ശക്തമായ ആവശ്യം കേരളത്തിനകത്തെയും പുറത്തെയും മുതിർന്ന നേതാക്കളടക്കം ഉന്നയിക്കും. മുതിർന്ന നേതാക്കളുടെ വലിയൊരു നിര അതികഠിനമായ പരസ്യ വിമർശനവുമായി രംഗത്ത് വരും. ചുരുക്കത്തിൽ കെ.സി. വേണുഗോപാലിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് വിജയം തന്റെ രാഷ്ട്രീയ ആധിപത്യം ഉറപ്പിക്കാനുള്ള അവസാന പോരാട്ടമാണ്. അടിത്തട്ടിൽ നിന്ന് പ്രവർത്തിച്ച് ഗോഡ്ഫാദർമാരില്ലാതെ ഡൽഹിയിലെ അധികാര ഇടനാഴികളിൽ സ്വാധീനം ഉറപ്പിച്ച കെ.സി. വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലെ തന്റെ അനിഷേധ്യ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിലൂടെ തെളിയിക്കേണ്ടതുണ്ട്. വിജയം അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദത്തിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവെന്ന പദവിയിലേക്കോ നയിക്കും. പരാജയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗ്രാഫിന് കനത്ത തിരിച്ചടിയുമായേക്കും. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.